ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോഴൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട. ഇനി കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്നതനുസരിച്ച് മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും. ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല.